പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ഖുത്ബയിൽ പ്രധാനമായും സൂചിപ്പിച്ചത് മുഅ്മിനീങ്ങളാകുന്ന നമുക്ക് അള്ളാഹു നൽകുന്ന ഈമാനിന്റെ നൂറിനെ പൂർത്തീകരിക്കണം എന്ന വിഷയമാണ്. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്, പക്ഷേ ആ ഈമാനാകുന്ന നൂറിനെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതൊരു വലിയ സംഭവമാണ്. ആ പൂർത്തീകരണം സമ്പൂർണമായി ലഭിക്കുമ്പോഴാണ് നമ്മൾ സമ്പൂർണ്ണ മുഅ്മിനീങ്ങളായി തീരുന്നത്. ആ നൂർ നമുക്ക് ലഭിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ നൂർ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് സ്വർഗം കിട്ടും എന്നതിൽ സംശയമില്ല. അള്ളാഹു നമുക്കൊക്കെ ഈമാനാകുന്നവന്റെ നൂറിനെ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇന്നത്തെ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചു. അള്ളാഹുവേ, ആ നൂറിനെ എന്റെ ഹൃദയത്തിൽ നീ ആക്കി തരണമേ. എന്റെ മുന്നിലും എന്റെ പിന്നിലും എന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തിന്റെ മുകളിലും താഴെയും എല്ലായിടത്തും എനിക്കെന്റെ നൂറിനെ നീ പൂർത്തീകരിച്ചു തരണമേ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, യഥാർത്ഥ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു, നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം. ഈമാനാകുന്ന യഥാർത്ഥ നൂറ് വിശ്വാസികളുടെ മുന്നിലും പിന്നിലൊക്കെയായി അവരെ സത്യത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. നൂറെന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം വിഷയങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു തആല അവന്റെ നൂറ് നൽകുകയുള്ളൂ. അതേസമയം അള്ളാഹു ഒരാൾക്ക് നൂറ് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എവിടുന്ന് നൂറ് കിട്ടാനാണ്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നൂർ എന്ന് പറയുന്ന ഈമാനിന്റെ മർത്തബകൾ വ്യത്യസ്തമാണ്. ഒരുപാട് ഗ്രേഡുകൾ ഉണ്ട് എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ അംബിയ മുർസലീങ്ങൾ നൂറ് കരസ്ഥമാക്കിയവർ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അവർക്ക് തൊട്ടു താഴെയായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുണ്ട്. അങ്ങനെ നൂറിന്റെ മർത്തബ വ്യത്യസ്തമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, എങ്ങനെയാണ് നമുക്ക് നൂറ് ലഭിക്കുന്നത്? ആത്മീയമായ മുന്നേറ്റങ്ങളിലൂടെയാണ് അള്ളാഹുവിന്റെ നൂറ് നമുക്ക് ലഭിക്കുന്നത്. നന്മയിലൂടെ, ഇൽമു പഠിക്കുന്നതിലൂടെ, ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ദിക്റുകൾ ചൊല്ലുന്നതിലൂടെ അങ്ങനെ നൂറിനെ നമ്മൾ വർദ്ധിപ്പിച്ച് അതിനെ പ്രകാശിപ്പിച്ച് കത്തിച്ചൊലിപ്പിച്ച് പ്രോജ്വലിപ്പിക്കപ്പെടുന്ന രൂപത്തിൽ ആ നൂറിനെ നമുക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതേസമയം നൂറിന്റെ ഓപ്പോസിറ്റിൽ, നൂറിന് ശത്രുവായി നിൽക്കുന്ന തിന്മയിലേക്ക്, ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് തിന്മകൾ. പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകൾ, ശരീരത്തിന്റെ താല്പര്യങ്ങൾക്കനുസൃതമായ ഒരു അടിമ മുന്നോട്ട് പോകുമ്പോൾ മുഅ്മിനീങ്ങൾ അവൻ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക്, ഇരുട്ടിന്റെ ഉള്ളറകളിലേക്ക് അവൻ ആണ്ടുപോവുകയാണ്. പൈശാചികമായ ചിന്തകൾ, പൈശാചിക പ്രേരണകളാലും മറ്റൊക്കെയായി മനുഷ്യർ ചെയ്യുന്ന തിന്മകളിലൂടെ അവന്റെ നൂറ് കെട്ടുപോവുകയാണ്. ഇന്നത്തെ ഖുത്ബയിൽ പ്രധാനമായും സൂചിപ്പിച്ച രണ്ടാമത്തെ ഒരു കാര്യം, നൂറ് കുറഞ്ഞു പോകുന്ന തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം. വഹദറു മിൻ നുഖ്സാനിഹി ഫളൻ അലിൽ ഇന്തിഫാ. നൂറ് കുറഞ്ഞു പോകുന്ന തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം. പിന്നെയല്ലേ ആ നൂറ് കെട്ടുപോകുന്നതിനെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. നൂറ് കെട്ടുപോയാൽ പിന്നെ കുഫറല്ലേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? അവർക്ക് പിന്നെന്താണ്? പക്ഷേ പുതിയ സാഹചര്യത്തിൽ തിന്മകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈമാനിന്റെ പ്രഭ ഹൃദയത്തിൽ നിന്ന് എടുത്തെറിയപ്പെട്ടിട്ടുണ്ട് എന്ന് പലപ്പോഴും പലരുടെയും ജീവിതം നിരീക്ഷിക്കുമ്പോൾ തോന്നിപ്പോവുകയാണ്. തിന്മകൾക്കാണ് പ്രാധാന്യം, തിന്മകളാണ് സജീവം. നന്മകൾ പറഞ്ഞാൽ, നല്ലത് ഉപദേശിച്ചാൽ അത് ചെവി കൊള്ളാൻ ആളുകളില്ല. നന്മകളെയും ഉപദേശങ്ങളെയും പുതുതലമുറ വെറുത്തുകൊണ്ടിരിക്കുകയാണ്. തിന്മകൾ അത് പ്രശ്നമല്ല, അത് നെവർ മൈൻഡ് ചെയ്തുകൊണ്ട്, തെറ്റുകുറ്റങ്ങളുടെ ഗൗരവം കുറച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ തിന്മകളുമായി പുതിയ ആളുകൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ തന്റെ ജീവിതത്തിന്റെ രഹസ്യങ്ങൾ പോലും പരസ്യമാക്കപ്പെടുന്ന ദുഃഖകരമായ സാഹചര്യം സ്ത്രീകൾ എടുത്തു പറയുകയാണെങ്കിൽ അവരുടെ ബെഡ്റൂമിലെ വേഷമാണ് പലപ്പോഴും പുറത്തേക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ ധരിച്ചു പോകുന്നത്. ഈ രൂപത്തിൽ ഹയാ എന്ന് പറയുന്ന ഈമാനിന്റെ പകുതി എന്ന് നമ്മുടെ മതം വിശേഷിപ്പിച്ച ഹയാ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പലർക്കും. അതിന് സ്ത്രീകൾ മുന്നിലുണ്ട്. പുരുഷന്മാർ മോശക്കാരൊന്നുമല്ല, തിന്മകൾ ചെയ്യുകയാണ്, ഒരു ഹയാവുമില്ല. നമ്മുടെ സ്വന്തം ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഉളുപ്പുമില്ലാതെ തോന്നിവാസങ്ങൾ ചെയ്യുന്നു. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. വളരെ കുറഞ്ഞ കാലം മാത്രമാണ് നമുക്കിവിടെ ജീവിക്കാനുള്ളത്. ഇവിടെ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിച്ച്, നന്മകൾ ചെയ്ത്, സുഹൃതങ്ങൾ ചെയ്ത്, ഇൽമുകൾ പഠിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമയായി ജീവിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.